എഡിറ്റിംഗ് ഒന്നും അറിയില്ലെന്നും പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ബിഗിനേഴ്സിന് എങ്ങനെ എളുപ്പത്തിൽ എഡിറ്റിംഗ് പഠിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് ഇൻഷോട്ട്. ഇൻഷോട്ടിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കട്ട് ചെയ്യാം, ട്രിം ചെയ്യാം, വോയിസ് ചെയ്യാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് എങ്ങനെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം എന്നാണ് ഞാൻ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം ഇൻഷോട്ട് ആപ്ലിക്കേഷൻ തുറക്കുക. ഇവിടെ വീഡിയോ എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ സെലക്ട് ചെയ്യുക. നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ആ ടിക്ക് മാർക്കും കൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്കവിടെ വീഡിയോ സെലക്റ്റായി കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ വാട്ടർ മാർക്കും കൂടെ റിമൂവ് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി താഴെ കാണുന്ന ഇൻഷോട്ട് എന്നുള്ള വാട്ടർ മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ വരും. ഫ്രീ റിമൂവ് എന്ന ഓപ്ഷനാണ് വരുന്നത്. അത് ക്ലിക്ക് ചെയ്ത് ആഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ വാട്ടർ മാർക്കും കൂടെ റിമൂവ് ആയി കിട്ടും. ഇനി നമുക്ക് വീഡിയോ കട്ട് ചെയ്യാം. താഴെ ടൈം ലൈനിൽ വീഡിയോ സെലക്ട് ചെയ്യുമ്പോൾ ട്രിം എന്ന ഓപ്ഷൻ കാണാം. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലോ എൻഡിങ്ങിലോ ആവശ്യമില്ലാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ ട്രിം ഉപയോഗിച്ച് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. വീഡിയോയുടെ സെൻറ്റർ പോർഷൻ മാത്രം ഒഴിവാക്കണമെങ്കിൽ സ്പ്ലിറ്റ് ഉപയോഗിക്കാം. ആദ്യം വേണ്ടാത്ത ഭാഗത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കേഴ്സർ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് ഭാഗത്തും സ്പ്ലിറ്റ് ചെയ്യുക. ഇനി ആ സെൻറ്റർ സൈഡ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുത്താൽ അത് റിമൂവ് ആയി കിട്ടും. ഇതിൽ നമുക്ക് വോളിയം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ സെലക്ട് ചെയ്ത വീഡിയോയുടെ വോളിയം നമുക്ക് കൂട്ടാനും കുറക്കാനൊക്കെ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസിഷനാണ്. രണ്ട് വീഡിയോ ക്ലിപ്സ് തമ്മിൽ സ്മൂത്തായി മാറ്റണമെങ്കിൽ ട്രാൻസിഷൻ ഉപയോഗിക്കാം. നമ്മൾ കുറേ എഫക്ട്സ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ തന്നെ ഒരു പ്രൊഫഷണൽ അല്ലാത്ത പോലെ നമുക്ക് തോന്നും. അതൊരുമാതിരി ഒരു ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസായി മാറും. അതുകൊണ്ട് സിമ്പിൾ ട്രാൻസിഷനാണ് എപ്പോഴും നല്ലത്. നമ്മൾ വീഡിയോസ് എപ്പോഴും നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫിൽറ്റേഴ്സൊക്കെ യൂസ് ചെയ്യല്ലേ. അതുപോലെ തന്നെ ഇൻഷോട്ടിലും ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ട്. ഇതിലെ ഫിൽറ്റേഴ്സ് ആണെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. വെറുതെ ആവശ്യമില്ലാത്ത ഫിൽറ്റേഴ്സൊക്കെ ഇട്ട് വീഡിയോ കൊളാക്കാതിരിക്കുക. ഫിൽറ്റേഴ്സ് പോലെ തന്നെ സ്റ്റിക്കേഴ്സും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. നമ്മുടെ വീഡിയോക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ സ്റ്റിക്കർ യൂസ് ചെയ്യുക. ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ സ്റ്റിക്കർ യൂസ് ചെയ്യാം എന്നത് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി നമുക്ക് വീഡിയോയിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ടെക്സ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് ആവശ്യമുള്ള വാക്കുകൾ ടൈപ്പ് ചെയ്തെടുക്കുക. ടെക്സ്റ്റിൻ്റെ ഫോണ്ട് സൈസും പൊസിഷനും ഒക്കെ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇത് ആനിമേറ്റ് ചെയ്യാൻ പറ്റും, കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ആഡ് ചെയ്യുക. ചില വീഡിയോസ് നമ്മൾ കണ്ടിട്ടില്ലേ, സ്ലോ മോഷനായിട്ടും അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ടുള്ളതൊക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഈ സ്പീഡ് എന്നുള്ള ഓപ്ഷൻ. ഇനി നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം നോക്കാം. അതാണ് PIP എന്നുള്ള ഓപ്ഷൻ. PIP എന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്ന വീഡിയോയുടെ ഓഡിയോ മാത്രം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ മുകളിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പിക്ചർ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആദ്യം നമ്മൾ PIP ക്ലിക്ക് ചെയ്ത് ഗാലറിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ സെലക്ട് ചെയ്ത് ഇതുപോലെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളെ വീഡിയോക്ക് പലതരം റേഷ്യോസ് ഇതിൽ ഉണ്ട്. നമ്മൾ ഷോർട്ട്സ് എടുക്കുകയാണെങ്കിൽ 9:16 ലോങ് വീഡിയോ ആണെങ്കിൽ 16:9 എന്ന റേഷ്യോ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാം. താഴെ മ്യൂസിക് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മ്യൂസിക്സ് ഇതിൽ തന്നെ അവൈലബിൾ ആണ്. അതുകൂടാതെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മ്യൂസിക്കും നമ്മൾക്ക് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റെക്കോർഡാണ്. നമുക്ക് വീഡിയോയ്ക്ക് നമ്മുടെ സ്വന്തം വോയിസ് ഓവർ കൂട്ടിച്ചേർക്കാൻ വേണ്ടി പറ്റുന്ന ഓപ്ഷനാണിത്. ഇനി ലാസ്റ്റ് വരുന്ന ഒരു ഓപ്ഷനാണ് എക്സ്പോർട്ട് എന്നുള്ളത്. എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞാൽ മുകളിൽ എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എക്സ്പോർട്ടായി കിട്ടി. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ചെയ്തു വെച്ച വീഡിയോ ഡ്രാഫ്റ്റിൽ ഇടുവാണെങ്കിൽ നമുക്ക് പിന്നെ അതിൽ നിന്ന് തന്നെ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അല്ല ഡിസ്കാർഡ് ചെയ്യുകയാണെങ്കിൽ അത് ഡിലീറ്റ് ആയി പോകുന്നതാണ്. ഞാനിപ്പോൾ ഡ്രാഫ്റ്റിലിട്ട് എൻ്റെ വീഡിയോ ഒന്നും കൂടെ എടുത്ത് കാണിച്ചു തരാം. ഇതുപോലെ തന്നെ വീഡിയോ എടുക്കുക. അതിൽ ഞാൻ ഡ്രാഫ്റ്റിലിട്ട വീഡിയോ ക്ലിക്ക് ചെയ്തു. ഇതാണ് ഞാൻ നേരത്തെ ചെയ്ത വീഡിയോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻഷോട്ട് എന്ന ആപ്പ് കൂടെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻ്റ് ഇടുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.